നമസ്കാരം. പ്രശസ്തമായ ഒരു സിനിമാ പ്രസിദ്ധീകരണത്തിന്റെ എഡിറ്ററും എഴുത്തുകാരനും സംവിധായകനുമായ PG ജോൺസന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വൈറലാകുകയാണ്. അദ്ദേഹം തന്റെ പോസ്റ്റിലൂടെ വിവരിക്കാൻ ശ്രമിക്കുന്നത് പെൺമക്കളെ നടിമാരാക്കുന്നതിന് വേണ്ടി നിർമ്മാതാക്കൾക്കും സംവിധായകർക്കും പ്രധാന നടന്മാർക്കും കിടക്കവിരിക്കുന്ന അമ്മമാരെ പറ്റിയുള്ള ശക്തമായ പരാമർശം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്നതിനെ കുറിച്ചാണ്. അത്തരത്തിൽ പരാമർശം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ വന്നിരിക്കുന്നു. അതിനെക്കുറിച്ച് അദ്ദേഹത്തിനുണ്ടായ ചില അനുഭവങ്ങളാണ് അദ്ദേഹം അതിൽ കുറിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ, അതായത് ആ സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും അതിലേക്ക് വഴുതി വീഴാതെ സിനിമാ മോഹം മാത്രം കൊണ്ടു നടക്കുകയും ഒരാളോടും മോശമായി പെരുമാറുകയോ ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു. അതിനുള്ളതല്ല സിനിമാ മേഖല, ഒരുപാട് പേരുടെ അന്നമാണ്. അതിനെ മലീമസമാക്കുന്ന ഒന്നും താൻ ഇക്കാലയളവ് വരെ ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു. പലരുടെയും വീഴ്ചകളെ പറ്റിയും അദ്ദേഹം ഈ പോസ്റ്റിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ്, അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ആ മധുര 17കാരിയും. പെൺമക്കളെ നടിമാരാക്കുന്നതിനു വേണ്ടി നിർമ്മാതാക്കൾക്കും സംവിധായകർക്കും പ്രധാന നടന്മാർക്കും കിടക്കവിരിക്കുന്ന അമ്മമാരെ പറ്റിയുള്ള ശക്തമായ പരാമർശം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട്. അതേപ്പറ്റി വായിച്ചപ്പോഴാണ് ഇതൊന്ന് കുറിക്കണമെന്ന് തോന്നിയത്. വർഷങ്ങൾക്ക് മുമ്പ് പ്രശസ്തമായൊരു സിനിമാ പ്രസിദ്ധീകരണത്തിന്റെ എഡിറ്ററായി കോഴിക്കോട് പ്രവർത്തിക്കുകയാണ് ഞാൻ. ചെറുപ്രായം, പെണ്ണിനെ തൊട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. നാൻസി ഫ്രൈഡേയുടെ ഫോർബിഡൻ ഫ്ലവേഴ്സ് ആവർത്തിച്ചു വായിച്ച് യൗവനം അങ്ങനെ ചുട്ടുപൊള്ളി നിൽക്കുന്നു. അങ്ങനെയിരിക്കെ ഓഫീസിലേക്ക് ഒരു ഫോൺ കോൾ. ബ്രാക്കറ്റിൽ അന്ന് മൊബൈലൊന്നും വന്നിട്ടില്ല എന്ന് കുറിച്ചിരിക്കുന്നു. പരിചിതനായ ഒരു തൃശ്ശൂർക്കാരൻ പ്രൊഡ്യൂസറാണ് വിളിച്ചത്. PG വരൂ, ഞാൻ ടൂറിസ്റ്റ് ഹോമിലുണ്ട്. I have a sweet surprise for you. വേഗം വരൂ, ഫോട്ടോഗ്രാഫർ ഇപ്പോൾ വേണ്ട. സംഭവം എന്തെന്ന് വ്യക്തമായില്ലെങ്കിലും സ്വീറ്റ് സർപ്രൈസ് എന്ന് കേട്ടപ്പോൾ ഉള്ളിൽ എന്തിനെന്നറിയാത്ത ഒരു മധുര പ്രതീക്ഷ. ചുട്ടുപൊള്ളുന്ന ചെറുപ്പമല്ലേ? ഗൂഢ സ്വപ്നങ്ങൾക്ക് വല്ല പഞ്ഞവുമുണ്ടോ? ഞാൻ തനിയെ ചെന്നു. പ്രൊഡ്യൂസറുടെ മുറിയിൽ അദ്ദേഹത്തെ കൂടാതെ പരിചിതനായ ഒരു മുഖ്യധാരാ പത്രത്തിന്റെ ചീഫ് സബ് എഡിറ്ററും പിന്നെ ഒരു മധ്യവയസ്കയും അഴകുള്ള ഒരു മധുര 17കാരിയും. പ്രൊഡ്യൂസറുടെ ഭാര്യയും മകളുമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അല്ലായിരുന്നു. സിനിമാ നടിയാവാൻ മോഹിച്ചിറങ്ങിയ ഒരു മകളും അമ്മയുമായിരുന്നു അവർ. ഞാൻ സിനിമ മാഗസിന്റെ എഡിറ്റർ ആണെന്നും ഞാൻ വിചാരിച്ചാൽ പെൺകുട്ടിയെ പറ്റി കളർ പേജുകളിൽ തന്നെ ഫീച്ചർ ചെയ്യുമെന്നും വേണ്ടി വന്നാൽ അവളുടെ ഫോട്ടോ കവർ പേജ് ആക്കുമെന്നും പ്രൊഡ്യൂസർ അമ്മയോട് പറഞ്ഞു. അമ്മ ആദരപൂർവ്വം കൈകൂപ്പി. പെൺകുട്ടി നീൽമിഴികൾ നീട്ടി മന്ദഹസിച്ചു. ഏതോ മൂകവിഷാദം പോലൊരു മന്ദഹാസം. അപ്പുറത്തെ മുറി നമ്മുടേതാണ്. PG വേണമെങ്കിൽ അല്പം റെസ്റ്റ് ചെയ്തോളൂ, പ്രൊഡ്യൂസർ പറഞ്ഞു. എന്നെ നോക്കിയൊന്ന് കണ്ണിറുക്കുകയും ചെയ്തു. AC-യുടെ കുളിരിൽ ആ മുറിയിൽ ജിജ്ഞാസാഭരിതനായി ഞാൻ കാത്തിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ ആ അമ്മ മകളെയും കൂട്ടി മുറിയിൽ വന്നു. എന്തിനാ ഒറ്റയ്ക്കിരിക്കുന്നത്? മോളുമായി സംസാരിച്ചിരുന്നോളൂ സാർ എന്നും പറഞ്ഞ് അവർ മുറി വിട്ടുപോയി. ചുവപ്പിലും കറുപ്പിലുമുള്ള ചുരിദാറായിരുന്നു ആ മെലിഞ്ഞ സുന്ദരിക്കുട്ടിയുടെ വേഷം. ഹൃദയഹാരിയായ പെർഫ്യൂമിന്റെ സൗരഭം അവളെ വലയം ചെയ്തിരുന്നു. മുറിയിലെ കുളിരിലും ഞാൻ വിയർത്തു. എൻ്റെ വന്യ കാമനകളിൽ നാൻസി ഫ്രൈഡേയുടെ ഫോർബിഡൻ ഫ്ലവേഴ്സ് പൂത്തുലഞ്ഞു. അപ്പോഴാണ് അവൾ എന്നെ നോക്കി പിന്നെയും വിഷാദ മധുരമായി മന്ദഹസിച്ചത്. അടിമുടി കാമാതുരനായിരുന്ന ഞാൻ മന്ത്രവടി കൊണ്ട് തൊട്ടിട്ടെന്ന പോലെ പെട്ടെന്ന് പ്രണയാതുരനായി മാറി. എനിക്ക് അവളോട് ദിവ്യമായ അനുരാഗം. ഏതാണ്ട് 2 മണിക്കൂറോളം ആ മുറിയുടെ കുളിരിൽ ഞങ്ങൾ ചെലവഴിച്ചു. അവളെ വിവാഹം കഴിക്കുവാൻ ഞാൻ തീരുമാനിച്ചു. അവൾക്കും അമ്മയ്ക്കും 100 വട്ടം സമ്മതം. എനിക്ക് കോഴിക്കോട്ടൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്നും അവളെ മതി എനിക്ക് ഭാര്യയായി എന്നും എൻ്റെ വീട്ടിൽ അറിയിച്ചു. അവളുടെ ഫോട്ടോ കാണിച്ചു. വീട്ടുകാർക്ക് ഒരെതിർപ്പും ഉണ്ടായിരുന്നില്ല. അവളെ ഞാൻ കണ്ടുമുട്ടിയ സാഹചര്യം അവർക്കറിയില്ലല്ലോ. എന്നാൽ അധികം വൈകാതെ ആ വിവാഹ തീരുമാനം ഞാൻ സ്വയം റദ്ദ് ചെയ്യുകയാണുണ്ടായത്. അതിനു കാരണം ആ പെൺകുട്ടിയുടെ പിതാവിൻ്റെ ദയനീയമായ ഒരു മാറാരോഗ വിവരം പക്വമതിയല്ലാത്ത ഞാൻ അറിയാൻ ഇടവന്നു എന്നതും അതെന്നെ വല്ലാതെ ഭയപ്പെടുത്തി എന്നതുമാണ്. അതൊന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല. എങ്കിലും ഒന്ന് പറയാം.
ഞാൻ സൂത്രശാലിയായ ഒരു കുറുക്കനായിരുന്നുവെങ്കിൽ എന്തിനും അനുകൂല മനോഭാവമുള്ള ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അവളെ ചവിട്ടുപടിയാക്കി മലയാള സിനിമയിലെ ഒരു സക്സസ്ഫുൾ ഡയറക്ടറായി മാറുമായിരുന്നു. അത്തരമൊരു അഴുക്കുചാലിലൂടെ എന്നെ വഴി നടത്താൻ ഇടവരുത്താതിരുന്ന കാലമേ നിനക്ക് നന്ദി. ആ പെൺകുട്ടിയുടെ അനിയത്തിയെ എന്നിട്ട് ബ്രാക്കറ്റിൽ പറയുന്നുണ്ട്, അവൾക്ക് ഞാൻ എത്ര കാഡ്ബറീസ് ചോക്ലേറ്റുകൾ വാങ്ങിക്കൊടുത്തിരിക്കുന്നു. പിന്നീട് ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ഭാര്യയാക്കി. ഇന്നയാൾ മലയാള സിനിമയിലെ വലിയൊരു പ്രൊഡ്യൂസറായി തന്നെ വളർന്നിരിക്കുന്നു. എൻ്റെ മധുര 17-കാരിയെ മംഗലാപുരത്തെ ഏതോ ബിസിനസ്സുകാരൻ വിവാഹം ചെയ്തു കൊണ്ടുപോയി എന്നും പിന്നീട് കേട്ടു. സിനിമാക്കാരനോ ബിസിനസ്സുകാരനോ പത്രക്കാരനോ ആർക്കു വേണമെങ്കിലും പെൺമക്കളെ പങ്കുവയ്ക്കുവാൻ തയ്യാറുള്ള അമ്മമാർ അഥവാ ഏത് അഡ്ജസ്റ്റ്മെന്റുകൾക്കും തയ്യാറുള്ള പെണ്ണുങ്ങൾ മലയാള സിനിമയിൽ ഉള്ള കാലത്തോളം ചൂഷണങ്ങളും പീഡനങ്ങളും ഇവിടെ നിത്യസംഭവമായിരിക്കും. സിനിമയ്ക്ക് പിന്നിലെ നാണം കെട്ട വ്യഭിചാരഗാഥകൾ ഒരുപാട് അറിയാം. മാളച്ചേട്ടനും MO ദേവസ്യ ചേട്ടനും തിലകൻ ചേട്ടനും രാജൻ P ദേവ് എന്ന രാജേട്ടനുമൊക്കെ നേരിട്ട സ്വകാര്യ സംഭാഷണങ്ങളിൽ പറഞ്ഞ ഒത്തിരി കഥകൾ. നടി ഹോട്ടൽ മുറിയിൽ നിന്ന് ഓടിപ്പോകാതിരിക്കാൻ അവളുടെ ഉടുവസ്ത്രങ്ങൾ ചുരുട്ടിക്കൂട്ടി ജനൽ വഴി താഴത്തെ പൂന്തോട്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞ ഒരു പ്രശസ്തന്റെ വീരചരിതം നടൻ N ഗോവിന്ദൻ കുട്ടിച്ചേട്ടനാണ് പറഞ്ഞത്. എറണാകുളത്തെ പ്രശസ്തമായ ഒരു ഹോട്ടൽ റിസപ്ഷനിൽ വച്ച ഒരു പാവം ജൂനിയർ ആർട്ടിസ്റ്റിനോട് എടി എനിക്ക് നിന്നെയൊന്ന് വ്യഭിചരിക്കണമെന്ന് പച്ചയ്ക്ക് ആവശ്യപ്പെട്ട ഒരു സംവിധായകനെ അറിയാം. ബോംബെയിൽ നിന്നെത്തിയ ഒരു നടിയോട് മറ്റൊരു പ്രശസ്ത സംവിധായകൻ പലതവണ അപേക്ഷിച്ചിട്ടും അവൾ അയാളുടെ അഭീഷ്ടത്തിന് വഴങ്ങിയില്ല. ഒടുവിൽ അവളെ യാത്രയയക്കാൻ എയർപോർട്ടിലെത്തിയ അയാൾ ആ നടിയോട് നീ ഉപയോഗിച്ച കഴുകാത്ത പാൻറ്റീസെങ്കിലും എനിക്ക് തന്നിട്ട് പോകൂ എന്ന് കെഞ്ചിയത്രേ. പെർവേഷനുകളുടെ മാരക വേർഷൻ എന്നല്ലാതെ എന്തു പറയാൻ. പരസ്പരം സമ്മതിച്ചുകൊണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും മേളിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. എന്നിട്ട് ബ്രാക്കറ്റിൽ പറയുന്നു, ഇപ്രകാരം പരസ്പരം ആസ്വദിച്ചിട്ട് പുരുഷനുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടനെ ചില പെണ്ണുങ്ങൾ നടന്നതൊക്കെ പീഡനമായിരുന്നുവെന്ന് ആരോപിച്ച് പരാതി കൊടുക്കും. അപലപനീയമായ പെൺക്രൂരത എന്നേ ഇതിനെ വിളിക്കാനാകൂ. മോഹന വാഗ്ദാനങ്ങൾ നൽകി പെണ്ണുങ്ങളുടെ ഉടുതുണി പറിക്കുന്നത് ആൺക്രൂരത. സ്ത്രീകളെ അധമമായി ചവിട്ടിയരയ്ക്കുന്ന പുരുഷൻ അവൻ എത്ര വമ്പനായാലും ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. ഇക്കഴിഞ്ഞ ജൂൺ 6-ന് എനിക്കുണ്ടായ ഒരു അനുഭവം പറയാം. എറണാകുളം വാഴക്കാലയിലെ ഒരു പ്രശസ്ത ഹോട്ടൽ. അവിടെ അമേരിക്കൻ മലയാളിയായ ഒരു പ്രൊഡ്യൂസറുടെ പുതിയ സിനിമയ്ക്ക് വേണ്ടിയുള്ള ഡിസ്കഷൻ. ഞാനാണ് സംവിധായകൻ. രാത്രി 11 മണി കഴിഞ്ഞ നേരത്താണ് ഞാനൊരു സത്യം മനസ്സിലാക്കുന്നത്. അവർ ഒരു പെൺകുട്ടിയെ മോഹന വാഗ്ദാനങ്ങൾ നൽകി ഒരു മുറിയിൽ രഹസ്യമായി കൊണ്ടുവന്ന് പാർപ്പിച്ചിരിക്കുന്നു. ആ നിമിഷം ഞാൻ ആ പ്രോജക്റ്റ് ഉപേക്ഷിച്ച് ബാഗുമെടുത്ത് പുറത്തിറങ്ങി. സിനിമയ്ക്ക് ഒരു പവിത്രതയുണ്ട്. അത് കുറെ പേരുടെ ഉപജീവന മാർഗമാണ്. തുടക്കത്തിൽ തന്നെ വ്യഭിചാരമാണ് ലക്ഷ്യമെങ്കിൽ അത് ആ മാധ്യമത്തോടും കലാകാരന്മാരോടും ടെക്നീഷ്യന്മാരോടും പ്രേക്ഷകനോട് തന്നെ ചെയ്യുന്ന കൊടിയ അനീതിയാണ്. സ്ത്രീ പുരുഷ സമത്വം എല്ലാ മേഖലകളിലും വരേണ്ടതുണ്ട്. കുറഞ്ഞപക്ഷം കലാകാരന്മാരെങ്കിലും അതിനുവേണ്ടി ശബ്ദമുയർത്തുന്നവർ ആയിരിക്കണം. നിർഭാഗ്യവശാൽ അങ്ങനെ കാണുന്നില്ല. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടന എന്ന് അവകാശപ്പെടുന്ന ഒരു പ്രസ്ഥാനം സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി ഒറ്റപ്പാലത്തൊരു വനിതാ സമ്മേളനം നടത്തിയ കാര്യം ഓർത്തു പോവുകയാണ്. സ്റ്റേജിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്ന മാന്യയായ സ്ത്രീക്ക് നേരെ സകലരും കാണെ കൈചൂണ്ടി ആക്രോശിക്കാൻ ധൈര്യപ്പെട്ടു സംഘടനയിലെ ഒരു പ്രധാന പുരുഷ കേസരി. പുരുഷനുള്ള സകല സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും ഏതിടങ്ങളിലും സ്ത്രീക്കുമുണ്ട് എന്ന ആധുനിക നീതിബോധത്തിന്റെ പ്രചാരകരാകാനുള്ള ധാർമ്മിക ബാധ്യത കേരളത്തിലെ ഓരോ കലാകാരനും പുലർത്തേണ്ടതുണ്ട്. ഇങ്ങനെയാണ് ആ പോസ്റ്റ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. ഏറെ ചിന്തിപ്പിക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് ഇത് എന്ന് പറയാതെയും വയ്യ. നന്ദി.